പ്രൈസ് ദി ലോർഡ്. മത്തായി 7:5 കാണുന്നു, കപടഭക്തിക്കാരാ, മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരടെടുത്ത് കളവാൻ വെടിപ്പായി കാണും. അപ്പം നമുക്ക് കാണാൻ കഴിയുന്നുള്ള നമ്മുടെ കണ്ണിൽ ഒരു കോലോ കരടോ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കോലിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ ചെറിയൊരു കരടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ നമ്മളത് എടുക്കുവാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും പലരും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനെ പിശാച് പലപ്പോഴും പിടിച്ച് ബന്ധിച്ച് വെച്ചിട്ട് അവൻ്റെ കയ്യിൽ ഒരു ആയുധമാക്കുവാൻ വേണ്ടിയിട്ട് അവൻ പലപ്പോഴും ഉരമ്പിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ ആ നീതിയുടെ മാനദണ്ഡത്തിന് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ കുറ്റം നോക്കാൻ നമുക്ക് പറ്റത്തില്ല. മറ്റുള്ള സമുദായക്കാരെയും സഭക്കാരെയും അയൽ സഭകളെയും ചുറ്റുപാടുള്ള സഭകളെയും വിശ്വാസികളെയും അല്ലെങ്കിൽ അവിശ്വാസികളെയും ഒക്കെയും വിധിക്കുവാൻ നമുക്കാർക്കും അധികാരമല്ല. നമ്മൾ ചിലപ്പോൾ നമുക്കൊരു സ്റ്റേജൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളങ്ങോട്ട് തകർപ്പനായിട്ട് അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങും. മറ്റുള്ളവർ നമ്മളെ നോക്കി എന്താണ് പറയുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് തന്നെത്താൻ താഴ്ത്തുന്ന ഒരു വ്യക്തിയെ മാത്രമേ ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. നമ്മളെ തന്നെ സൂക്ഷിച്ചിട്ട് കൈവിടപ്പെട്ട് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടേതായ ജീവിതം എങ്ങനെയുണ്ട് നമ്മൾ ഓർക്കണം. ഓരോ പടി ഓരോ ദിവസം ഞാൻ എങ്ങനെയാണ് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത്, എപ്രകാരമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്ന അളവുകോലാണ്. നമ്മളെയും അളക്കും, മറ്റുള്ളവരെയും അളക്കും. ആ പ്രസംഗിക്കുന്ന എന്നെയും അളക്കും, മറ്റുള്ളവരെ അളക്കും. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാപിച്ചെടുക്കണം. വിശുദ്ധനായ ദൈവമായതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെപ്പോഴും വിശുദ്ധി പ്രാപിക്കുന്ന ഒരു വ്യക്തിയായി തീരണം എന്നാണ് ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുവൻ തെറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അവൻ്റെ നമ്മുടെ വഴിയിലേക്ക് അവൻ മടങ്ങി വരണം നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മൾ അതല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ വ്യക്തി ഓർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. എന്തെങ്കിലും തെറ്റിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ, കർത്താവേ ഈ മനുഷ്യൻ കൈവിടപ്പെട്ടു പോലെ, ഈ സഹോദരൻ ഈ സഹോദരി കൈവിടപ്പെട്ടു പോലെ എന്ന് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആവശ്യം കൂടിയാണ്. കാരണം അല്ലെങ്കിൽ നമ്മളോട് ദൈവം ചോദിക്കും, നീ എന്തുകൊണ്ട് ഈ തെറ്റാ പുള്ളി ആ മനുഷ്യൻ ആ സ്ത്രീ ചെയ്തോ അല്ലെങ്കിൽ ആ പുരുഷൻ ചെയ്തു അത് കണ്ടിട്ടും കണ്ണടയ്ക്കാതെ പോയി എന്ന് ദൈവം ചോദിക്കുമ്പോൾ അതിന് പറയാൻ നമുക്കൊരു മറുപടിയില്ല. അതുകൊണ്ട് നമ്മൾ ആ വ്യക്തിയെ വെച്ച് പ്രാർത്ഥിക്കണം. ശാസിക്കുന്നതിന് മുമ്പേ ആ വ്യക്തി വെച്ച് പ്രാർത്ഥിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവരെ പ്രാർത്ഥിച്ച് ദൈവസ്ഥലം നേടിയെടുക്കണം. സഹോദരങ്ങളെ, ബുദ്ധിയോടും ജ്ഞാനത്തോടും വിവേകത്തോടും മാത്രം നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുക. എങ്ങനെ പെരുമാറണമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മുടെ തെറ്റ് മൂടി വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവരെ പലപ്പോഴും പഴിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. അതാണ് ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ദൈവാത്മാവ് ആലോചന പറയുന്നത്. സ്വന്തം കണ്ണിൽ കോലിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിൽ ഒരിക്കലും നമുക്ക് കരടെടുക്കാൻ നമുക്ക് അനുവാദമില്ല. ദൈവമാണ് വിധിക്കുന്നവൻ, ദൈവമാണ് സൃഷ്ടിച്ചവൻ. ദൈവത്തിന് മാത്രമേ അതിന് അധികാരം